നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓസിലേറ്റേഴ്സിനെ പറ്റിയാണ്. എന്താണ് ഓസിലേറ്റർ? ആൻ ഓസിലേറ്റർ ഈസ് എ സർക്യൂട്ട് capable of producing AC voltage of desired frequency and wave shape. അല്ലേ? അപ്പം ഇറ്റ് ഈസ് എ സർക്യൂട്ട് ആണ്. ആ സർക്യൂട്ടിൻ്റെ കേപ്പബിൾ ഇറ്റ് ഈസ് എ സർക്യൂട്ട് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് AC വോൾട്ടേജ് ഓഫ് ഡിസൈഡ് ഫ്രീക്വൻസി ആൻഡ് വേവ് ഷേപ്പ്. അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ആവശ്യമുള്ള ഫ്രീക്വൻസിയിൽ ആവശ്യമുള്ള ഷേപ്പിലുള്ള ഒരു AC സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? An oscillator circuit എന്ന് പറയുന്നത്. An oscillator is an electronic device which generates sinusoidal waves when excited by a DC input supply voltage. In order to test the performance of an electronic circuit, it is called a signal generator. It can produce square, pulse, triangular or sawtooth waveforms. അങ്ങനെ പല ഷേപ്പിലുള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽ സർക്യൂട്ട്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഓസിലേറ്റർ സർക്യൂട്ട്സ് എന്ന് പറയുന്നു. Okay, an oscillator generating square waves or a pulse train is called a multivibrator. Okay, multivibrator എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. ഇറ്റ് ക്യാൻ ജനറേറ്റ് സ്ക്വയർ വേവ് ഓർ പൾസ് സിഗ്നൽസ്. പല ടൈപ്പ് ഓഫ് മൾട്ടിവൈബ്രേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റേഴ്സ്, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, അങ്ങനെ പലതുണ്ട്. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഗിവൺ, ഓസിലേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് LC oscillators, that is tuned circuit oscillators, RC oscillators and crystal oscillators എന്ന് പറഞ്ഞ് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോംസ് അല്ലെങ്കിൽ AC വേവ് ഫോംസ് ഓഫ് ഡിസൈഡ് ഫ്രീക്വൻസി ആൻഡ് വേവ് ഷേപ്പ്. അല്ലേ? ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ട്, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ട്, അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ട്. ആൻഡ് പിന്നെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് LC ഓസിലേറ്റേഴ്സ് ഉണ്ട്, RC ഓസിലേറ്റേഴ്സ് ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, Rഉം Cയും റെസിസ്റ്ററും കപ്പാസിറ്ററും അല്ലേ? The RC phase shift oscillators uses resistor and capacitor network to provide the necessary phase shift required by the feedback signal. അല്ലേ? അപ്പം നമുക്ക് ആവശ്യമുള്ള ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഓസിലേറ്റർ ആണ് എന്ത്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അല്ലെ? ആ റിക്വയർഡ് ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ദേ ഹാവ് എക്സലൻറ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് ക്യാൻ ഈൽഡ് എ പ്യുവർ സൈൻ വേവ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ലോഡ്സ്. അല്ലെ? പ്യുവർ സൈൻ വേവ് ഔട്ട്പുട്ട് തരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഓസിലേറ്റർ ആണ് എന്ത്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അല്ലേ? അപ്പം നോർമലി നമുക്കറിയാം ഒരു കപ്പാസിറ്റർ നമ്മൾ റെസിസ്റ്റൻസ് സർക്യൂട്ടിൻ്റെ കൂടെ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? ഐഡിയലി എ സിമ്പിൾ RC നെറ്റ്വർക്ക് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ ഔട്ട്പുട്ട് വിച്ച് ലീഡ്സ് ദി ഇൻപുട്ട് ബൈ 90 ഡിഗ്രി ആണ്. അല്ലേ? അപ്പോൾ നമുക്കറിയാം പ്യുവർലി കപ്പാസിറ്റർ മാത്രം ആറിൻ്റെ കൂടെ നമ്മൾ പ്യുവർ കപ്പാസിറ്റർ വെക്കുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്ന് നമുക്കറിയാം. ബട്ട് ഇൻ പ്രാക്ടിക്കൽ നമുക്ക് ഈ 90 ഡിഗ്രി എക്സാക്ട്ലി കിട്ടത്തില്ല. കാരണം ഐഡിയൽ കപ്പാസിറ്റർ പോലെ പ്രാക്ടിക്കൽ കപ്പാസിറ്ററിൽ വർക്ക് ചെയ്യത്തില്ല. അല്ലേ? ഹവർ ഇൻ റിയാലിറ്റി ദ ഫേസ് ഡിഫറൻസ് വിൽ ബി ലെസ് ദാൻ ദിസ് ആൻഡ് ദ കപ്പാസിറ്റർ യൂസ്ഡ് in the circuit cannot be ideal. Therefore നമുക്ക് യൂഷ്വലി നമ്മൾ ഫേസ് ഷിഫ്റ്റ് കണ്ടുപിടിക്കുന്ന ഫേസ് ഷിഫ്റ്റ് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ phi is equal to tan inverse capacity reactance by R. tan inverse XC by R ചെയ്താലാണ് നമുക്കൊരു RC നെറ്റ്വർക്കിൻ്റെ ഫേസ് ഷിഫ്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ ഈ RC നെറ്റ്വർക്കിൻ്റെ പല കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് വേണ്ട ഫേസ് ഷിഫ്റ്റ് അവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ പടം. എന്താണ്? യൂസിങ് എ ട്രാൻസിസ്റ്റർ വെച്ചുള്ള RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. നമ്മൾ ട്രാൻസിസ്റ്ററിന് സെൽഫ് ബയസിങ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ചെയ്തേക്കുന്ന പോലെ, ദാറ്റ് ഈസ് റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ഉണ്ട്. പിന്നെ അതാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. ദെൻ കളക്ടർ റെസിസ്റ്റൻസ് RC ആൻഡ് എമിറ്റർ റെസിസ്റ്റൻസ് RE. എമിറ്റർ റെസിസ്റ്റൻസിനെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE ഉണ്ട്. അല്ലേ? ദാറ്റ് ഈസ് it consists of a voltage divider R1 and R2 circuit, and RE and CE combination provides temperature stability. And RC is the collector resistance. It controls the collector voltage,
ആൻഡ് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ സി സി ഉണ്ട്. അതെന്തിനാ? ഈ സ്റ്റേജിനെ അടുത്ത സ്റ്റേജുമായിട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടി, അല്ലേ? ഔട്ട്പുട്ടിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഈസ് യൂസ് ടു കപ്പിൾ ദി ഓസിലേറ്റർ ഔട്ട്പുട്ട് ടു ദി ലോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സർക്യൂട്ട്സിലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ താഴെ കൊടുത്തേക്കുന്ന സാധനം നോക്കിയേ, ആർ സിയുടെ ഒരു കോമ്പിനേഷൻ നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്. ആർ സി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ആ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കാണ് നമുക്ക് എത്രത്തോളം ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി, നമ്മൾ എത്രത്തോളം ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്. ആ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് വർക്കിംഗ്? വർക്കിംഗ് ഈസ് എന്താ? വർക്കിംഗ് operation. Here the voltage shunt feedback is applied and the feedback signal is coupled through feedback resistor R dash in series with the amplifier stage input resistance HIE. Circuit starts to എങ്ങനെയാണ്? The circuit starts to oscillation by any random signal at the base current. അപ്പോൾ ബേസിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ സ്റ്റാർട്സ് ടു ഓസിലേറ്റ്, അതായത് ഔട്ട്പുട്ടിൽ വേവ് ഫോം തന്നു തുടങ്ങും, അല്ലേ? This variation in base current is amplified by the collector circuits and the output of the amplifier is supplied to the RC feedback network. The RC network produces a phase shift of 180 degree between the output and input voltage. നമുക്ക് നോക്കിയാൽ ആറിൻ്റെ സിൻ്റെ നോക്കി 3 കോമ്പിനേഷൻ, 3 കപ്പാസിറ്റർ 3 റെസിസ്റ്റർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്, അല്ലേ? ഈ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പം ഈ ആർ സി നെറ്റ്വർക്ക്, ആർ സി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. അത് കൂടാതെ നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട്, ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഓൾറെഡി ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ ഈ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട് പ്ലസ് ദി ആർ സി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കി അടുത്ത 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, ടോട്ടൽ അപ്പോൾ 360 ഡിഗ്രി എന്തുവാണ് ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഇൻ ഫേസ് ആയിട്ട് കിട്ടുകയാണ്, അല്ലേ? ദാറ്റ് ഈസ് 0 ഡിഗ്രി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഒരേ ഷേപ്പിലോ പുറത്ത് കിട്ടും, അല്ലേ? സിൻസ് ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് എ ഫേസ് റിവേഴ്സൽ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ, ആസ് എ റിസൾട്ട് ദ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ബിക്കം 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി റീജനറേഷൻ ഓർ സസ്റ്റെയിൻഡ് ഓസിലേഷൻസ്. ഓക്കെ, അപ്പം ഇതാണൊരു ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ പടം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമുക്ക് ഏത് ഫ്രീക്വൻസിയിലാണ് ഇതിൻ്റെ ജനറേഷൻ എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ കണ്ടുപിടിക്കാനാണ് കൂടുതലും ചോദിക്കുന്നത്, അല്ലേ? ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പടം വരച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിച്ച് കാണിക്കണം. എങ്ങനെ ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം. നമ്മളിപ്പോൾ കണ്ട പടത്തിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചാൽ നമുക്കിപ്പോൾ കാണുന്ന പോലെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് കിട്ടും. ഈ ഇക്വലൻറ്റ് സർക്യൂട്ടിനെ നമ്മൾ സോൾവ് ചെയ്ത് വേണം നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ സോൾവിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കണം. എന്തൊക്കെയാണ് അസംഷൻ? ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദി ഇക്വലൻറ്റ് സർക്യൂട്ട് ഫോളോയിങ് അസംഷൻസ് ആർ മെയ്ഡ്. ഫസ്റ്റ് വൺ എന്താണ്? HRE ഓഫ് ദി സർക്യൂട്ട് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. സോ നമ്മൾ എന്ത് ചെയ്യും? സോ HRE ഇൻറ്റു വി ഔട്ട് ഈസ് ഒമിറ്റഡ് ഫ്രം ദ സർക്യൂട്ട്. അതായത് നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വോൾട്ടേജ് സോഴ്സ് HRE ഇൻറ്റു വി ഔട്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യും, അല്ല, അതിനെ ഒമിറ്റ് ചെയ്യും. കാരണം എന്താണ്? HRE ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് HRE ഇൻറ്റു വി ഔട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യും, അല്ലെ? HRE ഇൻറ്റു വി ഔട്ട് നെഗ്ലക്ട് ചെയ്ത് അവിടെ ഷോർട്ട് സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ അടുത്ത അസംഷൻ എന്താണ് പറഞ്ഞത്? HOE ഓഫ് ദി ട്രാൻസിസ്റ്റർ ഈസ് വെരി സ്മോൾ. ദസ് ദ എഫക്റ്റ് ഓഫ് HOE ഈസ് നെഗ്ലക്റ്റഡ്. അപ്പം HREയും HOEയും കുറവായതുകൊണ്ട് HRE ഇൻറ്റു വി ഔട്ടിനെയും HOE 1/HOE എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്യും. സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെ കിട്ടും? ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ കിട്ടും, അല്ലേ? ദാറ്റ് ഈസ് ഒരു HFE ഇൻറ്റു IB എന്ന് പറഞ്ഞ കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് RC എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് റെസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ, നമ്മൾ എന്ത് ചെയ്യും? ആ കറണ്ട് സോഴ്സിനെ ഒരു വോൾട്ടേജ് സോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് റെസിസ്റ്റർ RC ഈസ് റീപ്ലേസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് ഇൻ പാരൽ വിത്ത് ദി സെയിം റെസിസ്റ്റർ. അപ്പോൾ നമ്മൾ RCയെ സീരീസ് ആയിട്ട് കൊടുത്തിട്ട് ആ കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റി. അങ്ങനെ എന്താണ്? എങ്ങനെ മാറ്റി? HFE ഇൻറ്റു IB ഇൻറ്റു RC ചെയ്തപ്പോൾ അത് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറി, അല്ലേ? പിന്നെ നമുക്ക് പഴയതുപോലെ തന്നെ കപ്പാസിറ്റർ, അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റർ, വീണ്ടും ഒരു കപ്പാസിറ്റർ, വീണ്ടും പാരലായിട്ട് റെസിസ്റ്റർ, പിന്നെ വീണ്ടും ഒരു കപ്പാസിറ്റർ. അതിനുശേഷം നമ്മൾ നോക്കിയ ഒരു R' ആയിരുന്നു വരേണ്ടത്. ഈ R' ഈസിക്വൾ നമുക്കറിയാം, R' ഈസിക്വൾ R മൈനസ് HIE ആണ്. ആ HIE ഇങ്ങോട്ട് കിടക്കുന്ന ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഒരു HIE കിടപ്പുണ്ട്, അല്ലേ? അപ്പോൾ ഈ HIEയും HIEയും ക്യാൻസലായി പോയിട്ടാണ് നമുക്ക് R' ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടും. അതാണ് ഈ സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ സിക്ക് ശേഷം ലാസ്റ്റിൽ R കാണിച്ചേക്കുന്നത്, അല്ലേ?
അപ്പം സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. നമ്മൾ അസംഷൻസ് പറഞ്ഞു. ആദ്യം ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക, അതിൻ്റെ അകത്ത് അസംഷൻസ് കൊടുത്തിട്ട് HR ഇൻറ്റു വി ഔട്ടും HOE നെഗ്ലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനെ സർക്യൂട്ടിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് വരച്ചാൽ നമുക്ക് ഈ കാണിച്ചേക്കുന്ന സർക്യൂട്ട് കിട്ടും. കറണ്ട് മാർക്ക് ചെയ്യുക, റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് നോക്കിയേ, 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. അല്ലെ, ഈ 3 ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ കിട്ടും? R plus RC plus 1 by j omega c into I1 minus RI2 plus HFE into IB into RC is equal to 0. Second loop minus RI1 plus 2R plus 1 by j omega c into I2 minus RIB is equal to 0. Third loop 0 minus RI2 plus 2R plus 1 by j omega c into IB is equal to 0 എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മെട്രിക്സ് ഫോമിൽ സോൾവ് ചെയ്തേ ഇക്വേഷൻസ് നോക്കാം. ഡിറ്റർമിനൻ്റ് എടുക്കുക, സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇക്വേറ്റിംഗ് ദി ഇമാജിനറി. ലാസ്റ്റ് നമുക്ക് സോൾവ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ R³ പ്ലസ് R² ഇൻറ്റു RC പ്ലസ് R² ഇൻറ്റു RC ഇൻറ്റു 3 പ്ലസ് HFE മൈനസ് 5R XC² മൈനസ് RC XC² മൈനസ് 6J R² XC മൈനസ് J ഇൻറ്റു 4R RC XC പ്ലസ് ജെ എക്സ് ഇ ക്യൂബ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇമാജിനറി പാർട്ടിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റിംഗ് ദി ഇമാജിനറി പാർട്ട് ടു 0 അല്ലെങ്കിൽ ഇമാജിനറി കമ്പോണൻറ്റ് ടു 0, അതായത് ജെ ഉള്ളതിനെല്ലാം നമ്മളെടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 6R² XC പ്ലസ് 4R ഇൻറ്റു RC XC മൈനസ് XC ക്യൂബ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് XC കോമൺ എടുത്ത് നമ്മൾ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? XC ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 6R² പ്ലസ് 4R RC എന്ന് കിട്ടും. XC ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്? 1/ωc അല്ലെങ്കിൽ 1/2πfc ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 2πfc ഈസ് ഈക്വൽ എന്തോ 1/റൂട്ട് ഓഫ് 6R² പ്ലസ് 4R RC എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് സോൾവ് ചെയ്യുമ്പോൾ F ഈസ് ഈക്വൽ എന്തോ 1/2πRC റൂട്ട് ഓഫ് 6 പ്ലസ് 4RC/R എന്ന് കിട്ടും അല്ലേ. F ഈസ് ഈക്വൽ ടു 1/2πRC റൂട്ട് ഓഫ് 6 പ്ലസ് 4RC/R. ഇതാണ് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചില സർക്യൂട്ടിൽ R ഈസ് ഈക്വൽ ടു RC എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്ക് എന്തുണ്ട്? 1/2πRC റൂട്ട് 10 എന്ന് കിട്ടും. ഇഫ് R ഈസ് ഈക്വൽ ടു RC ചില സർക്യൂട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇഫ് ആറും RCയും സെയിം വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? 1/2πRC റൂട്ട് 10 എന്ന് കിട്ടും. F ഈസ് ഈക്വൽ 1/2πRC റൂട്ട് 10. ഓക്കെ, അപ്പോൾ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക. അതിൻ്റെ അകത്ത് ഫേസ് ഷിഫ്റ്റിന് വേണ്ടി നമ്മൾ എന്തോ ഉപയോഗിക്കുന്നു? R-യും C-യുടെയും കോമ്പിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന് പടം വരയ്ക്കുക, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറയുക, അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്സ് R1 R2 ഉണ്ട്. പിന്നെ കളക്ടർ റെസിസ്റ്റൻസ് RC ഉണ്ട്. കളക്ടർ റെസിസ്റ്റൻസ് RC എന്തിനാണ് കൊടുക്കുന്നത്? കളക്ടർ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ എമിറ്റർ റെസിസ്റ്റൻസ് RE ഉണ്ട്, അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE ഉണ്ട്. പിന്നെ R-ന്റെയും C-ന്റെയും ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഉണ്ട്. ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് നമുക്ക് എത്ര ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് കൊടുക്കുന്നു എന്ന് പറയാം. ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് സിഗ്നൽ ഏത് വഴിയാണ് പോകുന്നത്? R' എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വഴിയാണ് പോകുന്നത്. ഈ RC കോമ്പിനേഷനാണ് നമുക്ക് ആവശ്യമുള്ള ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബേസിൽ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഈ ഓസിലേറ്റർ വർക്കായി തുടങ്ങും. ഇതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് RC നെറ്റ്വർക്ക് വഴി ഫീഡ്ബാക്ക് ചെയ്ത് വീണ്ടും ബേസിലോ ഇൻപുട്ടിലോട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന ഓൾറെഡി ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഉള്ള സിഗ്നലാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ RC നെറ്റ്വർക്ക് ഉപയോഗിച്ച് വീണ്ടും ഒരു അഡീഷണൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് കൊടുക്കുന്നത് കാരണമായിട്ട് എന്താ ടോട്ടൽ 360 ഡിഗ്രി അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് നമുക്ക് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ടായിട്ട് കിട്ടും അല്ലേ. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അസംഷൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് HR ഇൻറ്റു വി ഔട്ട് നെഗ്ലക്ട് ചെയ്യുന്നു. HOE നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ആകുന്നു. ഇക്വലൻറ്റ് സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് വരച്ചതിന് ശേഷം അതിൻ്റെ ലൂപ്പുകളിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു. അതിൻ്റെ അകത്തും നമ്മൾ ഇമാജിനറി പാർട്ടിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് XCക്ക് കപ്പാസിറ്റി റിയാക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് F കണ്ടുപിടിക്കുന്നു. F ഈസ് ഈക്വൽ 1/2πRC റൂട്ട് ഓഫ് 6 പ്ലസ് 4RC/R എന്ന് കിട്ടും അല്ലേ. ഇതാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ.
ഓക്കെ, ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് ചീപ്പ് ആൻഡ് സിമ്പിൾ, ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, ഡസ് നോട്ട് നീഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്റ്റെബിലൈസേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഈസ് സൈനുസോയിഡൽ ആൻഡ് ഡിസ്റ്റോർഷൻ ഫ്രീ, വൈഡ് ഫ്രീക്വൻസി റേഞ്ച്, സൂട്ടബിൾ ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതി. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്താണ്? വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് എ 2-stage RC coupled amplifier circuit that has good stability at its resonant frequency, low distortion and is very easy to tune. It is a 2-stage RC coupled amplifier ആണ്. കൂടുതലും നമ്മൾ ഇത് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഇറ്റ് ഈസ് എ പോപ്പുലർ സർക്യൂട്ട് ആസ് ആൻ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കോമ്പാക്ട് ഇൻ സൈസാണ്, സ്റ്റേബിൾ ഇൻ ഫ്രീക്വൻസി ഔട്ട്പുട്ട്, ഇറ്റ്സ് ഔട്ട്പുട്ട് ഇസ് ഫ്രീ ഫ്രം ഡിസ്റ്റോർഷൻ ഒക്കെയാണ്, ആൻഡ് ഫ്രീക്വൻസി വേരിയേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അതാണ് ഒരു വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. 20 Hz to 20 kHz റേഞ്ചിലാണ് നമ്മൾ വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെയാണ്. നമുക്കൊരു വെയിൻബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞതാണ് 2-stage RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ 2 സ്റ്റേജസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്, അതിനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജുമായിട്ട് കാസ്കേഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പം പടത്തിൽ നമുക്ക് 2 ആംപ്ലിഫയർ സ്റ്റേജസ് ഉണ്ട്. ആ 2 ആംപ്ലിഫയർ സ്റ്റേജിൻ്റെ കൂടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ഉണ്ടാവും അല്ലേ. പടം നോക്കിയേ, നമുക്കൊരു ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ട്. അതിനുശേഷം നമുക്കൊരു ഫസ്റ്റ് ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ആംപ്ലിഫയർ സർക്യൂട്ടിലോട്ട് കൊടുത്തേക്കുന്നു അല്ലേ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ 2-stage ആംപ്ലിഫയർ വിത്ത് RC ബ്രിഡ്ജ് സർക്യൂട്ട് അല്ലേ. ഇതൊരു 2-stage ആംപ്ലിഫയർ ആണ് വിത്ത് എന്താണ് ഒരു RC ബ്രിഡ്ജ് സർക്യൂട്ട് കൂടിയുള്ള ഒരു 2 സ്റ്റേജ് ഓഫ് ആംപ്ലിഫയർ ആണ് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഈ RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അതൊരു ലീഡ് ലാഗ് നെറ്റ്വർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് എന്ത്? ഈ RC ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ RC ബ്രിഡ്ജ് സർക്യൂട്ട് എന്തുവാ ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് അല്ലെങ്കിൽ ദ ഫേസ് ഷിഫ്റ്റ് അക്രോസ് ദി നെറ്റ്വർക്ക് ലാഗ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ലീഡ്സ് വിത്ത് ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസിയിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് ഈ RC ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഫേസ് ഷിഫ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് ഷിഫ്റ്റ് ലാഗ് ചെയ്യും, ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ ലീഡ് ചെയ്യും അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തു ചെയ്യും? ഇതിൻ്റെ കൂടെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇത് ലാഗും ലീഡും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തോ ചെയ്യും? ഒരു വെയിൻബ്രിഡ്ജ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കൂടെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാധനം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് ഫീഡ്ബാക്ക് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിഗ്നലിന് വേണ്ടി മാത്രമായിരിക്കും ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. വെൻ വിത്ത് എ വെയിൻബ്രിഡ്ജ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ദ ഓസിലേറ്റർ ഈസ് സെൻസിറ്റീവ് ടു എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓൺലി, ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഫേസ് ഷിഫ്റ്റ് ഈസ് 0 അല്ലേ. അപ്പോൾ നമ്മൾ ഈ RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ലീഡിലോട്ടും ലാഗിലോട്ടും ഫ്രീക്വൻസിയിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഈ മാറ്റം ഒരു കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് വരുന്ന വാല്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ സിഗ്നലിനനുസരിച്ച് ഇത് ഒരൊറ്റ ഫ്രീക്വൻസിയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു സിംഗിൾ ഫ്രീക്വൻസി ഉള്ളി. അത് ഏത് ഫ്രീക്വൻസിയാണ്? ഫേസ് വിത്ത് വെൻ ദി ഫേസ് ഷിഫ്റ്റ് ഈസ് 0 ആ ഒരു ഫ്രീക്വൻസിയിൽ മാത്രമായിട്ട് ഇത് വർക്ക് ചെയ്യും അല്ലേ. അങ്ങനെ നമ്മൾ ഇതിനെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞു വെച്ചാൽ വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 2-stage RC കപ്പിൾഡ് ആംപ്ലിഫയർ തന്നെയാണ് സാധനം എന്ന് പറഞ്ഞു. 2 സ്റ്റേജസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മളൊരു ബ്രിഡ്ജ് സർക്യൂട്ടും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ RC ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ലീഡ് ലാഗ് നെറ്റ്വർക്കാണ്. അത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ലാഗ് ചെയ്യുകയും ചെയ്യും, ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നതിന് നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരും അല്ലേ. അതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് വേണ്ട വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫീഡ്ബാക്കും കൂടെ കൊടുത്ത് നമുക്ക് ഏത് ഫ്രീക്വൻസിയാണോ വേണ്ട ആ ഫ്രീക്വൻസിയിൽ ഇതിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യിക്കുമെന്ന് പറഞ്ഞു.
ഇപ്പോൾ ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിൽ എന്തുമായിരിക്കും സംഭവിക്കുന്നത്? ഇഫ് ഫീഡ്ബാക്ക് ഈസ് നോട്ട് എംപ്ലോയിഡ്, എന്ത് സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2 will amplify the signals too large and make the circuit so unstable in operation. അല്ലേ? ഇപ്പോൾ ഫീഡ്ബാക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് തോന്നിയ പോലെ അതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഔട്ട്പുട്ട് വേരി ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട് അൺസ്റ്റേബിൾ ആയി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞു. യൂഷ്വലി നമ്മൾ വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 2 RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും പറഞ്ഞു. അല്ലേ? അപ്പോൾ ഇത് ഏത് ഫ്രീക്വൻസിയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഏതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമല്ലോ. ആ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് അനാലിസിസ്. ഇൻ ദി ബ്രിഡ്ജ് സർക്യൂട്ട് നമ്മൾ നോക്കിയ ബ്രിഡ്ജ് സർക്യൂട്ട് നോക്കി എന്താണ് പറയുന്നത്? റെസിസ്റ്റർ R1 ഈസ് ഇൻ സീരീസ് വിത്ത് കപ്പാസിറ്റർ C1, ദെൻ റെസിസ്റ്റർ R3 ആൻഡ് R4. അല്ലേ? R1 ഈസ് ഇൻ സീരീസ് വിത്ത് C1, R3 ആൻഡ് R4 ആൻഡ് ദ റെസിസ്റ്റർ R2 ഈസ് ഇൻ സീരീസ് വിത്ത് C2. പടം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലേ? നമുക്കറിയാം ഒരു ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ നമ്മൾ പറയുന്നതാണ് R1/C1 R1/R4 ഓപ്പോസിറ്റ് ഇരിക്കുന്ന R1/R4 ഈസ് ഈക്വൽ ടു R2/R3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ? വെയിൻ ബ്രിഡ്ജ് ബാലൻസ് ആവുന്നത് എപ്പോഴാണ്? R1/R4 ഈസ് ഈക്വൽ ടു R3/R2 നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് ആറിൻ്റെയും സിയുടെയും കൂടെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. ദെയർഫോർ നമുക്ക് R1/R4 ഈസ് ഈക്വൽ ടു R2/R3 എന്ന് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റത്തില്ല. കപ്പാസിറ്റർ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ റിയാക്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യണം. അല്ലേ? ആ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? R3 ഇൻറ്റു അതിന് പാരലായിട്ടിരിക്കുന്ന എന്താണ്? R3 ഇൻറ്റു R2C2ൻ്റെ കോമ്പിനേഷൻ. അല്ലേ? R2C2ൻ്റെ പാരലൽ കോമ്പിനേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു R3 ഇൻറ്റു R2/1 + j omega C2 R2 ഈസ് ഈക്വൽ ടു R4ന് പാരലായിട്ടിരിക്കുന്ന എന്താണ്? R4ൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന R1C1ൻ്റെ സീരീസ് കോമ്പിനേഷൻ. അല്ലേ? ദാറ്റ് ഈസ് R3 ഇൻറ്റു R2/1 + j omega C2 R2 ഈസ് ഈക്വൽ ടു R4 ഇൻറ്റു R1 - j omega C1. അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് നോക്കിയേ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? R2 R3 ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് R2 R3 ഈസ് ഈക്വൽ ടു R4 ഇൻറ്റു 1 + j omega C2 R2 ഇൻറ്റു R1 - j omega C1 കിട്ടും. അല്ലേ? റീഅറേഞ്ച് ചെയ്തെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് സോൾവ് ചെയ്ത് ഇമാജിനറി പാർട്ട് ഒരു സൈഡിൽ റിയൽ പാർട്ട് ഒരു സൈഡിൽ എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഇക്വേഷൻ ഈസിക്വൽ എന്തോ കിട്ടും? R2 R3 മൈനസ് R1 R4 മൈനസ് C2/C1 R2 R4 പ്ലസ് j ഇൻറ്റു R4/omega C1 മൈനസ് j ഇൻറ്റു omega C2 R2 R1 R4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ചെയ്തേ? ഇമാജിനറി പാർട്ടിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അല്ലേ? സെപ്പറേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി ടേംസ് ആൻഡ് ഇക്വേറ്റിംഗ് ദി ഇമാജിനറി പാർട്ട് ടു 0 നമുക്ക് എന്തോ കിട്ടും? ദാറ്റ് ഈസ് സോൾവ് ചെയ്തേ. ഇമാജിനറി പാർട്ടിന് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? R4/omega C1 മൈനസ് omega C2 R2 R1 R4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലേ? LCM എടുത്ത് സോൾവ് ചെയ്തേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് omega സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/C1 C2 R1 R2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് omega ഈസ് ഈക്വൽ ടു 1/√of C1 C2 R1 R2. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2πf ആണ്. അതിനകത്ത് F ഈസ് ഈക്വൽ നമുക്ക് എന്തോ കിട്ടും? F ഈസ് ഈക്വൽ ടു 1/2π√of R1 C1 R2 C2 എന്ന് കിട്ടും. അല്ലേ? ഇഫ് C ഈസ് ഈക്വൽ ടു C1 ഈസ് ഈക്വൽ ടു C2 എന്നും R ഈസ് ഈക്വൽ ടു R1 ഈസ് ഈക്വൽ ടു R2 എന്നും അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഒരേ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ തന്നെ 1/2π√of R² C² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π RC എന്ന് കിട്ടും. അല്ലേ? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 1/2π√of R1 C1 R2 C2 ആയിരിക്കും. R1 R2 എല്ലാം ഒരു വാല്യൂവും C1 C2 എല്ലാം ഒരേ വാല്യൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2π RC എന്ന് എഴുതാം. അല്ലേ? ഇതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വായിച്ചു നോക്കിയേ. It provides stable, low distortion sinusoidal output over wide range of frequency. Frequency of oscillation can be easily varied. Because of the use of 2 transistors, the overall gain is high ആണ്. അല്ലേ? നമുക്ക് കാസ്കേഡിങ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റിൻ്റെ
ഔട്ട്പുട്ട് നമ്മൾ സെക്കൻഡിലോട്ട് കൊടുത്തു, വീണ്ടും ഗെയിൻ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് റിക്വയർസ് 2 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് കമ്പണൻസ് അല്ലേ. 2 ട്രാൻസിസ്റ്റർ വേണം, ആ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസോസിയേറ്റഡ് കമ്പണൻസ് കൂടുതൽ വേണം. പിന്നെന്താണ്? മാക്സിമം ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഈസ് ലിമിറ്റഡ് ബിക്കോസ് ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ആംപ്ലിഫയർ ഈസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പം RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററായി, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററായി. രണ്ടിൻ്റെയും സർക്യൂട്ട്, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ.